ചേട്ടാ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലെ മാദൻ ഓർമ്മയുണ്ടോ? ഒരു ആദിവാസി. ആ ഒരു കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു അച്ഛനും അമ്മയും ഇപ്പൊ പഠിപ്പിക്കുന്നത്, മക്കളെ പഠിപ്പിക്കുന്നത് മതമാണ്. ഇപ്പോഴും മക്കളെ പഠിപ്പിക്കുന്നതും മതത്തെ കുറിച്ചിട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു സ്കൂളിൽ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ വന്നിട്ട് സ്കൂളിലെ അധ്യാപകരോട് ചോദിക്കുകയുണ്ടായി, എന്തിന് ക്രിസ്മസ് ആഘോഷം നടത്തണം? ശ്രീകൃഷ്ണ ജയന്തി അല്ലെങ്കിൽ ഹിന്ദു മതാചാരം വിശ്വസിക്കുന്ന ആഘോഷങ്ങളല്ലേ നടത്തേണ്ടതെന്ന്. എൻ്റെ വിശ്വാസത്തിൽ ഒരു അധ്യാപക അല്ലെങ്കിൽ ഒരു വിദ്യാലയം പഠിപ്പിക്കേണ്ടത് എല്ലാ മക്കളെയും എല്ലാ മതത്തെയും വിശ്വസിക്കണം, അല്ലെങ്കിൽ എല്ലാ മതവും ഒന്നാണെന്ന് വിശ്വസിപ്പിക്കണം എന്നതാണ് ഓരോ അധ്യാപകരും പഠിപ്പിക്കേണ്ടത്. ഇനിയിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വിദ്യാലയത്തിൽ ഹിന്ദു മതത്തിൽപ്പെട്ട കുട്ടികൾ മാത്രമാവില്ല പഠിക്കുന്നത്. മുസ്ലിംസ് ഉണ്ടാവും, ഹിന്ദു ഉണ്ടാവും, ക്രിസ്ത്യൻസ് ഉണ്ടാവും. ഈ മൂന്ന് മക്കളെയും പഠിപ്പിക്കുന്നത് ഒരുപോലെ ആയതുകൊണ്ടാണ് അവിടെ ഇപ്പോൾ ക്രിസ്മസ്, ഓണം, വിഷു, അങ്ങനെ ഓരോ പെരുന്നാൾ, ആ കാര്യങ്ങൾ സ്കൂളുകളിലും അവധി കൊടുത്ത് ആഘോഷിക്കുന്നത്. എന്തിന് ഈ ആളുകൾ പുറത്തുനിന്ന് കുട്ടികളെ ഇപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനും മതമാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ മതം ബേസ് ചെയ്താണ് ഇപ്പോഴും കുട്ടികൾ ജനിക്കുന്നത്, അല്ലെങ്കിൽ മതം ബേസ് ചെയ്താണ് ഇപ്പോഴും കുട്ടികൾ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മാദൻ അങ്ങനെയൊക്കെ പറയുന്ന ആ കാര്യങ്ങൾ. ആ കേസ് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എൻ്റെ ചോദ്യം ഇതല്ല. ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്നുണ്ട്, ഈ കുഞ്ഞു പൈതലുകൾ ഇപ്പോൾ പഠിക്കുന്നത് മനുഷ്യനായിട്ട് പഠിക്കട്ടെ എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി പഠിക്കേണ്ടത് മനുഷ്യൻ എന്ന്, അല്ലെങ്കിൽ മതത്തെക്കുറിച്ച് പഠിക്കാതെ ഒരു മനുഷ്യൻ എന്താണെന്നാണ് പഠിക്കേണ്ടത്. എന്തിന് പുറത്തുനിന്നുള്ള ഒരാൾക്കാർ വന്നിട്ട് ആ പഠിക്കുന്ന കുഞ്ഞു പൈതങ്ങളുടെ മനസ്സിൽ വീണ്ടും മതത്തെ ഇൻജക്റ്റ് ചെയ്യണം? അതിൻ്റെ കാര്യം എന്താണ്? കറക്റ്റാണ്. അത് നമ്മളൊരിക്കലും നമ്മുടെ കുട്ടികളെ മനുഷ്യനാകാനാണ് പഠിപ്പിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത്. ഒരു മനുഷ്യനാകണമെന്നുള്ളത് കൊണ്ടാണ്, അല്ലാതെ ഒരു മതത്തിൻ്റെ പ്രോഡക്റ്റ് ആവണം എന്നുള്ളത് കൊണ്ടല്ല. എന്നാൽ അവർ മതം പഠിക്കുകയും വേണം. അത് അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ ഇഷ്ടം. പക്ഷേ നമ്മുടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പാലക്കാട് ഒരു ഗവൺമെൻറ് യു പി സ്കൂളാണ്. ഗവൺമെൻറ് യു പി സ്കൂളിൽ 2-3 പേര് ചെന്നിട്ട് അവിടെ ക്രിസ്മസ് ആഘോഷം നടത്തിയപ്പോൾ അതിനെ എതിർത്തു നിന്നും അത് ചെയ്യരുതെന്നും അവിടെ കേക്ക് മുറിക്കുകയോ മറ്റ് സ്റ്റാർ തൂക്കുകയോ ഒന്നും ചെയ്യരുതെന്നും അവർ പിന്നെ കൃഷ്ണ ജയന്തി മാത്രം ആഘോഷിച്ചാൽ മതി എന്ന് പറഞ്ഞതായിട്ടുമാണ് പറയപ്പെടുന്നത്. അതങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നതിനെ കുറിച്ച് നമുക്കറിയില്ല. എന്തായാലും അവർ ഇതിനെ എതിർത്തു. ക്രിസ്തുമത അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷത്തെ എതിർത്തു. സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിലല്ല, എവിടെ ആയിരുന്നാലും അത് നടക്കാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു ലോക ആഘോഷമാണ്. ഈ ലോകത്തെ എല്ലാ ഭാഗത്തും ആൾക്കാരും ഒരു ദിവസം ഇങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ, എൻ്റെ വീട്ടിലൊക്കെ നമ്മൾ പിന്നെ സ്റ്റാറുകൾ തൂക്കുന്നുണ്ട്. അത് സ്റ്റാർ തൂക്കുന്നത് നമ്മളൊരു ക്രിസ്മസിൻ്റെ ഒരു വരവ് അറിയിച്ചുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല ഒരു ന്യൂ ഇയറും വരുന്നുണ്ട്. പക്ഷേ അതിലൊന്നും ഒരു മതം നമ്മൾ കാണുന്നില്ല. അത് കാരണം നമ്മളൊരു എല്ലാവരും നടത്തുന്ന ഒരു ആഘോഷം, നമ്മളെല്ലാ വീടുകളിലും ഒരു സ്റ്റാർ ഇങ്ങനെ കത്തി തെളിഞ്ഞ് കിടക്കട്ടെ വിളിക്കുന്ന നേരം അതൊരു സുഖം, ഒരു സന്തോഷം, അത് നമ്മുടെ ഒരു സംസ്കാരമാണ്. അപ്പം അത് പോകാൻ പാടില്ല. അതിൻ്റെ ഇപ്പം വിശ്വഹിന്ദു പരിഷത്തല്ല, ആരായിരുന്നാലും ശരി തന്നെ അത്തരം ഇടപാടുകൾ നടത്തുന്നത് ശരിയായ കാര്യമല്ല. ഒരിക്കലും അത് എന്തായാലും അവർ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഇനിയിപ്പോൾ അറസ്റ്റ് ചെയ്ത് അവരുടെ മേൽ കേസെടുക്കട്ടെ. അവരുടെ പിന്നിലുണ്ടായിരുന്ന സംഘടനാ നേതാക്കളാണ് ഇതിന്റെ വ്യക്തമാക്കേണ്ടത്. അത് ശരിയാണോ തെറ്റാണോ അവർ ചെയ്തത് എന്നുള്ളത് അവർ വ്യക്തമാക്കണം. അവർ വ്യക്തമാക്കേണ്ടത് തന്നെയാണ്. കാരണം അവർ തെറ്റാണെന്ന് തന്നെ പറയണം. നമ്മുടെ അഭിപ്രായത്തിൽ തെറ്റാണെന്ന് തന്നെ പറയണം. കാരണം നമ്മുടെ സ്കൂളുകളിൽ ഓണാഘോഷം നടക്കുന്നുണ്ട്. നമ്മൾ ഓണാഘോഷം നടത്തുന്നത് പിന്നെ ഒരു ഓണമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഹിന്ദു മിഥോളജി അനുസരിച്ചിട്ടുള്ള ഒരാഘോഷമാണ് നമ്മൾ ഓണാഘോഷം എന്ന് പറയുന്നത്. പക്ഷേ ഹിന്ദുക്കൾ മാത്രമാണ് ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നത്, അല്ലേ? സദ്യ കഴിക്കുന്നത്, പിന്നെ വത്തപ്പൂക്കളം ഇടുന്നത്, ഓണാഘോഷം ബന്ധപ്പെട്ട് കളികളും മറ്റുമൊക്കെ നടത്തുന്നത് സ്കൂളുകളിലും കോളേജുകളിലും സർക്കാർ ഓഫീസുകളിലെല്ലാം ഈ ഒത്തപ്പൂക്കള മത്സരവും ഇത് ഇങ്ങനെ എന്തെല്ലാം നടക്കുന്നു ഓണത്തിന്. അതൊരു നമ്മുടെ സംസ്കാരമാണ്, നമ്മുടെ നാടിൻ്റെ ഒരു രീതിയാണ്, സംസ്കാരമാണ്. അതിൽ വന്നിട്ട് ഈ മതക്കാർ കളിക്കരുത്. അത് ഒരു ശരിയായ രീതിയല്ല. മതങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാം, നിങ്ങളുടെ മതങ്ങളിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. പക്ഷെ എല്ലാ മതങ്ങളെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ട് പോകുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ രാജ്യം, നമ്മുടെ കേരളം, പ്രത്യേകിച്ച് നമ്മുടെ ഭാരതം. അത് മനസ്സിലാക്കാതെ യഥാർത്ഥത്തിൽ പിന്നെ എന്താണ് മതമെന്നും എന്താണ് ഒരു ജനാധിപത്യ രാജ്യത്തിൽ, പ്രത്യേകിച്ച് ഭാരതം പോലുള്ള ഇത്രയും പിന്നെ സംസ്കാരമുള്ള ഒരു പഴയ സംസ്കാരമുള്ള ഭാരതമുള്ള രാജ്യത്ത് ഈ മതം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്, വിവരമില്ലായ്മയാണ് ഇവന്മാരുടെ കാര്യം. ഈ ചെയ്തവർക്ക് മുഴുവനും അവരുടെ മതത്തെ കുറിച്ച് പോലും ഒരു വിവരവും ഇല്ലാത്തവരാണെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് തെറ്റ് തന്നെയാണ്. അത് നമ്മൾ കാണേണ്ടത് തന്നെയാണ്.
ഇനി എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അവിടെയാണ് ഒരുപക്ഷെ ഈ പറയുന്നതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ തെറ്റുകളെ തെറ്റായിട്ട് തന്നെ കാണണമെന്നും ആ VHPയുടെ നേതാക്കൾ അത് വിശദീകരണമായി രംഗത്ത് വരികയും അവർ തെറ്റാണെന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ ഒന്ന് പറയുകയും ചെയ്യണം. ഇത്തരക്കാരെ വളർത്തിക്കൊണ്ട് പോവുകയും ചെയ്യണം. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് മാത്രമല്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, പിന്നെ ഓണത്തിന് പോകരുത്, ഓണത്തിന് സദ്യ അവിടെ പോയി കഴിക്കരുത്, അത്തപ്പൂക്കളം ഇടരുത്, പിന്നെ അതുപോലെ ക്ഷേത്രങ്ങളിലൊന്നും പോകരുത്, ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒന്ന് കൊണ്ടുവരുന്ന പിന്നെ പ്രസാദം കഴിക്കരുത്. എത്രയോ മതസാണ് ഇപ്പം ഹിന്ദു മുസ്ലിം മതങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യൻസ് പോലും ക്ഷേത്രത്തിൽ ഞാൻ എത്രയോ പ്രാവശ്യം ക്ഷേത്രത്തിൽ നിന്നും പായസം കൊണ്ടുവന്ന് നമ്മുടെ സുഹൃത്തുക്കൾ ചില സുഹൃത്തുക്കളുണ്ട്, ചില ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ പോലും മുസ്ലിം സുഹൃത്തുക്കൾ കഴിക്കില്ല എന്നുള്ള കഴിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ വീടിനടുത്തുള്ള മുസ്ലിം ആൾക്കാരെല്ലാം അവർ ഞങ്ങൾ ചില സുഹൃത്തുക്കൾക്ക് അമ്പലത്തിൽ നിന്നും അങ്ങനെയൊക്കെയുള്ള പായസങ്ങൾ കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് അറിയാം. അപ്പൊ അങ്ങനെ ഒരു വേർതിരിവ് ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അതെങ്ങനെ വന്നു? അവിടെ നമ്മൾ ആ കാര്യങ്ങൾ കൂടെ നമ്മൾ ഈ കൂട്ടത്തിൽ ചർച്ച ചെയ്യണ്ടേ. പിന്നെ ഈ പല വീടുകളിലും നമുക്കറിയാം, പണ്ടൊക്കെ ഓണാഘോഷത്തിന് അവർ പായസം വയ്ക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട്, ഇപ്പം അവർ പായസം വയ്ക്കാറില്ല. കാരണം വയ്ക്കുന്നത് ശരിയല്ല എന്ന് അവിടെ ചെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് ഒരു ടീം അവിടെ പോകും. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോയിട്ട് ചില മത കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ടീം പോയിട്ട് അങ്ങനെ ചേരുമെന്ന് പറയും. എനിക്കറിയാം, എൻ്റെ നാട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിട്ടുള്ള പലരുമാണ്. ഇപ്പോഴും ആ സന്തോഷത്തിന് കുറവൊന്നുമില്ല. പക്ഷേ എങ്കിലും അവർ ഒരുപാട് മാറ്റം വന്നു. അവരുടെ ഡ്രസ്സിങ്ങിൽ മാറ്റം വന്നു. ഡ്രസ്സിങ്ങിൽ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മാറ്റം. അതായത് പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ് ഒരു 2-3 എനിക്കൊന്നുമില്ല 10-60-70 വയസ്സായ ഒരു പിന്നെ ഉമ്മ. അവർ അതിനു മുമ്പ് കൃത്യമായിട്ട് ഞങ്ങളുടെ വീടിന് മുമ്പ് കൂടെ പോകുമായിരുന്നു. അവർ ഫ്രീ ആയിട്ട് തന്നെ അവർ പോകുമായിരുന്നു, സാധാരണ ഡ്രസ്സ് ഇട്ട് പോകുമായിരുന്നു. പക്ഷെ ഒരു പെട്ടെന്ന് ഒരു 60-65 വയസ്സ് കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് മാറി ഈ മൊത്തം മൂടി ശരീരമൊക്കെ മൂടിക്കൊണ്ട് കിടക്കുന്ന ഏതാണെന്ന് അറിയാലോ, പറയണ്ടല്ലോ, പർദ്ദയൊക്കെ ഇട്ട് അങ്ങനെ നടക്കാൻ പോകുന്നു. എന്ത് സംഭവിച്ചു? ഈ ഗുർഖയൊക്കെ ഇട്ട് നടക്കാൻ പോകുന്നത് സംഭവിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പിന്നെ ഈ പറയുന്ന അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രസാദം കഴിക്കരുത്, അമ്പലത്തിൻ്റെ പരിസരത്ത് പോകരുത്, ഓണത്തിന് പോകരുത്, ഓണത്തിന് പോയി അവരെ വീട്ടിൽ പോയി സദ്യ കഴിക്കരുത്, അത്തപ്പൂക്കളം ഇടുമ്പോൾ അവിടെ പോയി നിന്നാൽ മതി, അത്തപ്പൂ ഇടുന്നതിൽ കൂടെ ചെന്നിരുന്ന അത്തപ്പൂക്കളം ഇടരുത്, ഇങ്ങനെയൊക്കെ പറയുന്ന മതങ്ങളുണ്ട് നമുക്ക്. അപ്പോൾ ഇതും കൂടെ നമ്മൾ ഈ കൂട്ടത്തിൽ കാണണം. ഒരു സൈഡിൽ അവർ ഈ പറയുന്ന VHPക്കാർ ചെയ്തത് 100% തെറ്റെന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ ഈ സൈഡ് കാണണം. നമ്മൾ വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഈ രഗുല പറഞ്ഞു നമ്മുടെ കുട്ടികളെ മനുഷ്യരായിട്ട് വളർത്തണം, മതമായിട്ട് പഠിപ്പിക്കരുത് വളർത്തുന്നതെന്ന് പറഞ്ഞല്ലോ. ഞാൻ ഇവിടെ നമ്മുടെ സ്കൂളിലെ കുട്ടികളിൽ ഇപ്പോൾ യൂണിഫോം കൊണ്ടുവന്ന എന്തിനാണ്? കുട്ടികളിൽ വേർതിരിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ ഒരിക്കലും തിരിച്ചറിയരുത് അവരെന്താണ്, അവർ മതം ഏതാണ്, അവർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ്, അവർ പണക്കാരാണോ പാവപ്പെട്ടവരാണോ, അവർ ക്രിസ്ത്യാനാണോ മുസ്ലിമാണോ എന്ന് കുട്ടികൾ പരസ്പരം തിരിച്ചറിയരുത്. അവർ ഒരുമിച്ച് ഒന്നായിട്ട് ഒറ്റ കുട്ടികളായിട്ട് ഒരു സ്കൂളിലെ കുട്ടികളായിട്ട് പോകണം. അതിനുവേണ്ടിയാണ് യൂണിഫോം സെറ്റ് ചെയ്യുന്നത്. നമ്മളെ നാട്ടിൽ യൂണിഫോം സെറ്റ് ചെയ്തപ്പോൾ എന്തുമാത്രം പ്രശ്നം ഉണ്ടായി. യൂണിഫോം സെറ്റ് ചെയ്യുമ്പോൾ പോലും തലയിൽ ഈ എന്താണ് ഈ തട്ടമല്ല, അതിനെ വേറെന്തോ പറയുമല്ലോ, ഹിജാബ് ധരിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് രംഗത്ത് വന്നില്ലേ നമ്മുടെ നാട്ടിൽ. അപ്പൊ അത് ഒരു ഒരു മാറ്റമല്ലേ. കുറച്ച് കുട്ടികൾ ഹിജാബ് ഇടാതെ വരികയും 2-3 കുട്ടികൾ അല്ലെങ്കിൽ 5-10 കുട്ടികൾ ഹിജാബ് ഇട്ട് വരുമ്പം മറ്റു കുട്ടികൾ ശ്രദ്ധിക്കില്ല, എന്തിനാ അവർ ഹിജാബ് ഇട്ടത്, നമുക്ക് ഇല്ലല്ലോ. അപ്പൊ അവർ മുസ്ലിങ്ങളാണ്. ഉടനെ അവർ മുസ്ലിങ്ങളാണെന്ന് അവരെ മുദ്ര കുത്തി കഴിഞ്ഞു മറ്റു കുട്ടികൾ. അപ്പൊ അവർ മുസ്ലിങ്ങളാണ്, അവരത് ഇടുന്നുണ്ട്. അപ്പൊ അവിടെ വേർതിരിവ് വരുന്നില്ലേ? അപ്പോൾ ഈ കുട്ടികളുടെ മനസ്സിൽ തന്നെ അവർ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, അപ്പോൾ മറ്റു കുട്ടികൾക്കും അവർ മുസ്ലിങ്ങളാണ് എന്നൊരു ധാരണ വന്നില്ലേ അല്ലേ? അപ്പോൾ ഇത് എവിടെ വന്നുണ്ട്? നഴ്സറി ക്ലാസ് മുതലുണ്ട്. ഞാൻ നഴ്സറി ക്ലാസ്സിൽ കുട്ടികൾ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, മൊത്തം ശരീരം മറച്ച് കൊണ്ട് നഴ്സറി ക്ലാസ്സിൽ കൊണ്ടിരുത്തണം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പലരെയും കൊണ്ട് ഞാനപ്പോൾ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഈ കൊച്ചുകുട്ടി തൊട്ട് കൂടെ ഇരിക്കുന്ന അംഗൻവാടിയിൽ വന്നിരിക്കുന്ന മറ്റു കുട്ടികൾ അല്ലെങ്കിൽ നഴ്സറി ക്ലാസ്സിൽ വന്നിരിക്കുന്ന മറ്റു കുട്ടികളെല്ലാം അവരുടെ സ്വതന്ത്രമായ ഡ്രസ്സ് ഇട്ടിരിക്കുമ്പോൾ ഒരു കുട്ടി മൊത്തം കറുപ്പ് ഇട്ട് വരും. അപ്പം തൊട്ടടിക്കുന്ന കുട്ടിക്ക് വേണോ, അതെന്തടി നീ ഇങ്ങനെ ഇട്ടുണ്ടോ, നിനക്കെന്ന് ഡ്രസ്സ് ഇതെന്തോ നീ കറുപ്പ് ഇതിട്ടുണ്ടോ എന്ന് അതിലെന്താ ആ കുട്ടി ചോദിക്കില്ലേ? ചോദിക്കുമ്പോൾ കുട്ടി എന്തായിരിക്കും മറുപടി പറയുന്നത്? ഞങ്ങളുടെ മതം ഈ ഡ്രസ്സ് ഇടാൻ പറഞ്ഞിരിക്കുന്ന കുട്ടി പറയില്ലേ? കൊച്ചുകുട്ടി ഒന്നും പറഞ്ഞിടാത്ത. എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്നറിയാം, എന്തിന് ഈ കുട്ടികളെ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ നമ്മൾ സ്വയം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സ്വയം വിശ്വസിക്കുക,
ആസ്വദിക്കാം, അത് അവരുടെ ഇഷ്ടമാണ്. അത് ബാക്കിയുള്ള ആളുകളിലേക്ക് എന്തിന് ഇൻജെക്ട് ചെയ്യണം? അതിന്റെ അവിടെയാണ് പ്രശ്നം. അതായത് കുട്ടികൾ എല്ലാ മതവും പഠിക്കട്ടെ, ഈ ഒരു മതം മാത്രം ഞങ്ങളുടെ മതം മാത്രം പഠിച്ചാൽ മതി എന്ന് ആരും പറയണ്ട. എല്ലാ മതങ്ങളും അവർ പഠിക്കട്ടെ. കുട്ടികൾ ഏത് മതത്തിൽപ്പെട്ടവരായിരുന്നാലും അവരുടെ മതം പഠിക്കുന്നതോടൊപ്പം അവരുടെ മതത്തിൽ കൂടുതൽ പഠിച്ചോട്ടെ, മറ്റ് മതങ്ങളും കൂടെ പഠിക്കട്ടെ. പഠിച്ചിട്ട് അവർ ഒരു പ്രായമായി വന്ന് കാര്യങ്ങളെല്ലാം തിരിച്ചറിയാൻ കഴിയുന്ന കല്ലും നെല്ലും ഏതാണെന്ന് ഇട്ടുകൊടുത്താൽ കൊത്തിപ്പറക്കി തിന്നാൻ പറ്റുന്ന കല്ലിനെ മാറ്റിയിട്ട് നെല്ലിനെ മാത്രം തിന്നാൻ പറ്റുന്ന പ്രായം വരുമല്ലോ കുട്ടികൾക്ക്. അപ്പോഴവർ തീരുമാനിക്കട്ടെ എനിക്ക് ഏത് മതം വേണോ. അല്ലെ, അതല്ലേ നമ്മുടെ നാട്ടില്, അതിനെയല്ലേ നമ്മൾ മതേതരത്വം എന്ന് പറയുന്നത് അല്ലേ? അല്ലാതെ ഈ ഒരു സന്യാസി ഡ്രസ് ഇട്ട ഒരു കുട്ടിയും ഒരു ലോഹയിട്ട ഒരു കുട്ടിയും ഒരു പർദ്ദയിട്ട കുട്ടിയും കൂടെ ഒരുമിച്ച് കെട്ടിപ്പിടിക്കുന്നത് അല്ല മതേതരത്വം എന്ന് പറയുന്നത്. അത് വെറും പുറമേയുള്ള ഒരു മതേതരത്വമാണ്. ഒരു കുട്ടികൾ പരസ്പരം നമ്മൾ മനസ്സിലാക്കി നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ മതേതരത്വരാകുക, അവിടെയാണ് ചെയ്യണം. അപ്പം നമ്മൾ ഈ പാലക്കാട് സ്കൂളിൽ നടന്ന സംഭവത്തെ നമ്മൾ അതിനിശ്ചിതമായി വിമർശിക്കുകയും അവർക്കെതിരെ നടപടിയെടുക്കണമെന്നും കേസെടുക്കണമെന്നും അതിൻ്റെ VHPയുടെ നേതാക്കൾ പൊതുരംഗത്ത് വന്ന് അതിന് മറുപടി പറയേണ്ടതും വിശദീകരണം പറയേണ്ടതും ആവശ്യമാണെന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടി നമ്മുടെ നാട്ടിൽ നടക്കുന്നു. ഈ ക്രിസ്മസ് ആഘോഷത്തിനെതിരായിട്ട് ചില പുരോഹിതന്മാർ പ്രസംഗിക്കുന്ന വീഡിയോ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ വീടിൽ സ്റ്റാർ ഇട്ട് തൂക്കരുത്. ഇപ്പം VHPക്കാർ പറഞ്ഞാൽ അത് വലിയ വാർത്തയാകും. പക്ഷേ ഒരു മുസ്ലിം പണ്ഡിതന് വന്ന് നിന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ സ്റ്റാർ ഇട്ട് തൂക്കരുത്, നിങ്ങളവിടെ കേക്ക് കൊണ്ടുവന്ന് മുറിക്കരുതെന്നും ഒരു മുസ്ലിം പണ്ഡിതൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് മതേതരത്വം. അതിനെക്കുറിച്ച് ഒന്നും പറയില്ല. അതേസമയം ഒരു വിശ്വഹിന്ദു പരിഷത്തുകാരനോ അതല്ലെങ്കിൽ ഒരു കയറി കൊടുത്തവനോ ചെന്നിട്ട് നിങ്ങളവിടെ ഇത് കെട്ടി തൂക്കരുതെന്ന് പറഞ്ഞാൽ അതും മതവർഗീയവാദമായി പോകും. ഇതാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു ഇരട്ടത്താപ്പ്. അതും കൂടെ നമ്മൾ കാണണം. ഇപ്പൊ ചേട്ടൻ പറഞ്ഞു ഈ VHPക്കാർക്കെതിരെ നടപടി എടുക്കണം, അവർക്കെതിരെ ശിക്ഷ കൊടുക്കണം, അവർക്ക് കാര്യങ്ങൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ VHPക്കാർക്ക് എതിരെ നടപടി എടുക്കുന്നത് ഓരോ ആൾക്കാർ അല്ലെങ്കിൽ ഒരാൾക്ക് ഈ മതം പറഞ്ഞ് ഇൻജെക്ട് ചെയ്യുന്ന ഓരോ ആളുകൾക്കും പേടിക്കേണ്ട ഒരു കാര്യമായിട്ട് ഇവർക്ക് കൊടുക്കുന്ന ഈ ശിക്ഷയെ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.